ബി.ജെ.പിയെ കുടുക്കി എ.ബി.വി.പി നേതാവ് സിദ്ധാർത്ഥിന്റെ നോട്ട് കെട്ടുമായുള്ള സെൽഫി. തെരഞ്ഞെടുപ്പ് സമയത്തെ സെൽഫിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നടപടി നേരിടുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ സമൂഹ മാധ്യമം കൈകാര്യം ചെയ്യുന്ന ആൾ ആണ് സിദ്ധാർത്ഥ്. പാറശാല സ്വദേശിയായ ഇയാൾ നോട്ട് കെട്ടുകളുമായി എടുത്ത സെൽഫിയാണ് വിവാദമായിട്ടുള്ളത്. വിവരം അറിയുകയും നേതൃത്വം ഇതിൽ ഇടപെടുകയും അങ്ങനെ ഈ ചിത്രം നീക്കം ചെയ്യുകയും ചെയ്തു. പാർട്ടിക്ക് മുന്നിലും ഈ പരാതി എത്തിയിട്ടുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. വി അരുൺ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, നിലവിൽ തന്നെ പാർട്ടിക്കകത്ത്, അതായത് പാർട്ടി ഫണ്ട് തിരിമറി ചെയ്തു എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് യുവ നേതാവ് എ.ബി.വി.പി നേതാവിന്റെ സെൽഫി അത് നേരത്തെ നീക്കം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിപ്പോൾ വീണ്ടും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം? അഭിലാഷ്, ബി.ജെ.പിയിൽ വലിയ വിവാദമായി മാറുകയാണ് ഈ ഫണ്ട് തട്ടിപ്പ്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന വിവരമാണിപ്പോൾ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഈ ഓഡിറ്റിലൂടെ മനസ്സിലായിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരമൊരു ചിത്രം. നേരത്തെ ബി.ജെ.പി വൃത്തങ്ങളിൽ ചർച്ചയായ ചിത്രമാണ്. ഈ തിരഞ്ഞെടുപ്പ് സമയത്താണ് ഈ യുവാവ്, ഈ എ.ബി.വി.പി നേതാവ് സിദ്ധാർത്ഥ് ഈ ചിത്രം സ്റ്റോറിയായി, ഇൻസ്റ്റാ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തത്. പല നേതാക്കളും ആ സമയത്ത് തന്നെ അത് കണ്ടു, തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ അത് സാമൂഹ്യ മാധ്യമത്തിൽ നീക്കം ചെയ്യുകയും ചെയ്തു. ആ ചിത്രമാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്നത്. മാത്രമല്ല, ബി.ജെ.പിയുടെ ഒരു സംസ്ഥാന തലത്തിൽ നേതാവ് തന്നെ സംസ്ഥാന അധ്യക്ഷന് ഈ വിഷയത്തിൽ പരാതി നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ വളരെ ഗുരുതരമായൊരു സംഭവം നടന്നിരിക്കുന്നു. അതിനുശേഷം ഈ സിദ്ധാർത്ഥിനെ ബി.ജെ.പിയുടെ സാമൂഹ്യ മാധ്യമ വിഭാഗത്തിൽ കൂടി ആരോപണ വിധേയമായ 1.5 കോടി രൂപ തിരിച്ചടയ്ക്കാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ച അഞ്ജനയുടെ സാമൂഹ്യ മാധ്യമ കൈകാര്യം ചെയ്തിരുന്നതും സിദ്ധാർത്ഥാണ്. ആ സിദ്ധാർത്ഥിനെ പിന്നീട് ബി.ജെ.പി ഓഫീസിലേക്ക് തന്നെ കയറ്റാത്ത സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു ബാഗ് നിറയെ 500-ന്റെ നോട്ട് കെട്ടുകൾ, ചിത്രം വളരെ വ്യക്തമാണ്. 500-ന്റെ നോട്ട് കെട്ടുകൾ അടങ്ങിയ ഒരു ബാഗ്, അതുമായി ഒരു ഹോട്ടൽ മുറിയിൽ തോന്നുന്ന സ്ഥലത്ത് നിന്ന് സെൽഫി എടുക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. ആ ഫോട്ടോയാണ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് വലിയ ചർച്ചയായി ബി.ജെ.പിക്കുള്ളിൽ മാറുകയും പരാതിയായി മാറുകയും ചെയ്തത്. കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നു എന്നതിൻ്റെ ചർച്ചകൾ സജീവമായി നിൽക്കുമ്പോഴാണ് ഈ ചിത്രം കൂടി പുറത്തു വരുന്നത്. ഈ പണം പല സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ച ആൾ കൂടിയായിരുന്നു സിദ്ധാർത്ഥ എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ബി.ജെ.പി നേതാക്കൾ വലിയ ഗൗരവത്തോട് കൂടി കാണുന്ന ഒരു വിഷയമാണത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ പണം, നേരത്തെ 1.5 കോടി രൂപയാണ് അഞ്ജനയോട് തിരിച്ചടയ്ക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളുടെ പേര് വിവരങ്ങളും അല്ലെങ്കിൽ കൂടുതൽ തട്ടിപ്പിൻ്റെ വിവരങ്ങളും പുറത്ത് വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ വലിയ വിവാദമായി മാറുന്ന അമ്മ സംഘടനയിൽ പോലും വലിയ വിവാദമായി മാറിയ സംഭവങ്ങളുണ്ട്. അതും കണക്ട് ചെയ്തുള്ള വിവരങ്ങൾ കൂടി ഈ സമയത്ത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് സ്ഥാനാർത്ഥികൾ നൽകാനായി പണം നൽകിയെന്ന ആരോപണം അമ്മയിൽ ഉയർന്നു വന്നതാണ്. അത് ബി.ജെ.പിയുടെ ഈ അന്വേഷണത്തിലും അത് സ്ഥിരീകരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. ഇരിക്കൂറിലെ T20 സ്ഥാനാർത്ഥിയും ഇത് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തീവ്ര ഹിന്ദു സംഘടനാ നേതാവ്. അദ്ദേഹം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുമായി വലിയ ബന്ധമുള്ളയാളാണ്. അയാളാണ് ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എന്ന വിവരമാണ് ബി.ജെ.പി നേതൃത്വം ലഭിച്ചിട്ടുള്ളത്. 12 കോടിയുടെ ക്രമക്കേടാണ് ഇതുവരെ ആകെ ബി.ജെ.പി നേതൃത്വം കണ്ടെത്തിയിട്ടുള്ളത്. 2020 സ്ഥാനാർത്ഥികൾ നൽകിയ ഫണ്ടിലും വലിയ വെട്ടിപ്പ് നടന്നി. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ആ നേതാവാണ് ഈ അമ്മ ഉൾപ്പെടെ കാര്യങ്ങൾക്ക് ഇടനില നിന്നത്. ഇരിക്കൂറിലെ T20 സ്ഥാനാർത്ഥിയെ ഇയാളുടെ നോമിനി എന്ന വിമർശനം, പരാതി നേരത്തെ ബി.ജെ.പിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഈ വ്യാപക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ഈ ആരോപണ വിധേയരെ പലരുടെയും ജീവിത രീതി തന്നെ മാറിയ സാഹചര്യമുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പ, അത് ഭവന വായ്പ അടക്കം ഈ സമയത്ത് ഈ ആരോപണ വിധേയത്തിൽ പലരും അടച്ച് തീർക്കുന്നു. ചെയ്യാത്ത PR ജോലിക്ക് പണം നൽകിയെന്ന പരാതി, അത് തെളിവ് സഹിതം ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു തട്ടിപ്പാണ് ബി.ജെ.പിയുടെ കേന്ദ്ര ഫണ്ടുമായി ബന്ധപ്പെട്ട് വാങ്ങാത്ത കൊടിയുടെ പേരിൽ ബി.ജെ.പി ദേശീയ നേതൃത്വം സംസ്ഥാനത്ത് നൽകിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നൽകിയ പാർട്ടി കൊടിയുടെ പേരിൽ പോലും 1.5 കോടി രൂപയുടെ ബില്ലുണ്ടാക്കി ഒരു തട്ടിപ്പടക്കം നടന്നിരുന്നു. ഏതായാലും ആ തട്ടിപ്പുകൾക്കൊക്കെ ഇത്തരത്തിൽ വലിയ സമ്പത്ത് കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ പണം കൈകാര്യം തെളിവായി കൂടി ഈ ചിത്രം മാറുകയാണ്. ബി.ജെ.പി വൃത്തങ്ങൾ നേരത്തെ ചർച്ചയുണ്ടായിരുന്ന ചിത്രമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. തീർച്ചയായും അരുൺ, ഈ സൂചിപ്പിക്കുന്ന പോലെ പാർട്ടിക്കകത്ത് തന്നെ ഫണ്ട് വെട്ടിപ്പ് നടന്നു എന്ന വിവാദം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണല്ലോ പാർട്ടിക്കെതിരെ
ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു BJP എന്നുള്ളതാണ്. പല ആളുകളെയും വിലക്കെടുക്കുന്നു, അതിന് കോടിക്കണക്കിന് രൂപ നൽകുന്നു. ഇതൊക്കെയാണല്ലോ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം. അതിനിടയിലാണ് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ബാഗ് നിറയെ നോട്ട് കെട്ടുകളുമായി ഒരു യുവ നേതാവ് സെൽഫി എടുക്കുന്നത്. അപ്പോൾ അത് പരസ്യമാക്കിക്കൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള പണം, അതിൻ്റെ അളവ് അതൊക്കെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സെൽഫിയായി ഇത് മാറുന്നു. സ്വാഭാവികമായും ഇവിടെ BJPക്കെതിരായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് പണം നൽകിയുള്ള പർച്ചേസിംഗ്, പണം ഒഴുക്കുന്നു എന്നുള്ള പർച്ചേസിംഗ്, പണം ഒഴുക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന ആരോപണം, ഇതൊക്കെ കൂടുതൽ ബലപ്പെടുകയല്ലേ? അത്തരം ആരോപണങ്ങളെ ഇനി BJP നേരിടേണ്ടതായി വരികയല്ലേ? തീർച്ചയായിട്ടും ധാരാളം പണം മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ ഒഴുക്കിയെന്ന വിമർശനം ശക്തമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്ന പണം കൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJP വലിയ രീതിയിൽ പണം ഒഴുക്കി തന്നെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ രംഗത്തിറങ്ങി, സ്ഥാനാർത്ഥികളെ കണ്ടെത്തി. അമ്മയിൽ ഉയർന്ന വിമർശനങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങൾ നിൽക്കുകയാണ്. ഇത്തരത്തിൽ പാർട്ടി കൊടിയുടെ പേരിൽ പോലും ഇല്ലാത്ത കൊടിയുടെ പേരിൽ 1.5 കോടിയുടെ ബില്ല് വച്ചു എന്ന വിമർശനങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു യുവ നേതാവിൻ്റെ സെൽഫി കൂടി, അതും അത്തരം ആരോപണം നേരിടുന്ന നേതാവുമായി വളരെ അടുത്ത് ഇടപഴകിയിരുന്ന, അവർക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമം കൈകാര്യം ചെയ്ത യുവ നേതാവാണ് ഇത്തരത്തിൽ ഈ പടവുമായി സെൽഫി എടുത്ത് സാമൂഹ്യ മാധ്യമം കൊണ്ട് പ്രചരിപ്പിച്ചത്. തീർച്ചയായും ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്ന അനധികൃതമായ പണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലൊരു ഒരു ബാഗിലാണോ പണം കൊണ്ടുപോകേണ്ടത്, അത് ഇത്തരത്തിലൊരാളെയാണോ, ലീഗലിയാണ് പണം കൈകാര്യം ചെയ്യുന്നത്, മറ്റു വഴികളിലൂടെയല്ലേ സാധാരണ പണം കൈമാറി നടക്കുകയുള്ളൂ, ഇങ്ങനെ ബാഗിലാണോ ഒരു ഹോട്ടൽ മുറിയിൽ പണം വയ്ക്കുന്നത്? സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധന നടത്തിയാൽ പണമൊക്കെ പിടിച്ചെടുക്കേണ്ടതാണ്. എന്ത് ധൈര്യത്തിലാണ് ഇത്തരം നീക്കം നടത്തുന്നത് കൂടിയാണ് വ്യക്തമാകേണ്ടത്. ഏതായാലും ഈ ചിത്രം ഇന്ന് പുറത്തു വന്നു എന്ന് മാത്രം. കഴിഞ്ഞ കുറേ മാസങ്ങളായി BJPയുടെ കേന്ദ്രങ്ങളിൽ ചർച്ചയായ BJPയുടെ നേതാക്കൾ പലരും അന്വേഷിച്ചു വരുന്ന ചിത്രം കൂടിയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇത്തരം സംഭവങ്ങൾ BJPയിലുണ്ട്. BJPയുടെ സംസ്ഥാനത്തെ പ്രധാന നേതാവ് തന്നെയാണ് ഈ ചിത്രം ഇയാൾ പങ്കുവച്ചത് കണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വിളിച്ചു പരാതി പറഞ്ഞത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, ഇടപെടണമെന്ന് പറയുകയും പിന്നീട് യുവാവിനെതിരെ നടപടി എന്ന രീതിയിൽ അയാളെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത്തരം ചിത്രങ്ങൾ, ഏതായാലും ഇനിയും ഇത്തരം വാർത്തകളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. BJPയുടെ മറ്റ് വിഭാഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പല ഗ്രൂപ്പുകളാണ് BJPക്ക് എന്നുള്ളത് വസ്തുതയാണ്. ആ ഗ്രൂപ്പുകൾ ഇതൊരു അവസരമായി തന്നെ കാണുകയാണ്. അത്തരത്തിലുള്ള നടപടികളും ഉണ്ടാകും വൈകാതെ. ഈ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ ക്ഷമിക്കണം, ഈ ഭാരവാഹികൾക്കെതിരെ ഒരു പക്ഷേ നടപടി ഉണ്ടായേക്കാം. സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളെ മാറ്റാനുള്ള നീക്കങ്ങളും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നിയമസഭാ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്താണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തത്. ഞെട്ടിക്കുന്ന തട്ടിപ്പ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ വലിയ തോതിൽ പണം ഒഴുകുന്നു എന്ന ആരോപണം നമുക്കറിയാമല്ലോ. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടകര കുഴൽപ്പണം എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട കെ സുരേന്ദ്രൻ ഉള്ളവരുടെ പേരുകൾ ചേർക്കപ്പെട്ട ഒരു സംഭവമാണ്. അത് കർണാടകയിൽ നിന്ന് പണം അനധികൃതമായി എത്തിച്ചു, അത് ഹവാല ഇടപാടായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ നേരിടുന്നു. ഇവിടെയും ഈ പണം എത്തുമ്പോൾ ഇത് എവിടെ നിന്ന് എത്തുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പണം ഓപ്പണായി? സാധാരണ നമുക്കറിയാമല്ലോ, ഏത് തെരഞ്ഞെടുപ്പ് കാലമായിക്കൊള്ളട്ടെ അല്ലാതിരിക്കട്ടെ, ലിക്വിഡ് മണി കൈകാര്യം ചെയ്യുന്നതിനൊക്കെ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെയുണ്ട്. അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്ന തരത്തിലുള്ള ഒരു ചിത്രമായി ഇതിനെ നമുക്ക് കാണേണ്ടതായി വരികയല്ലേ അരുൺ? തീർച്ചയായിട്ടും സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾക്ക് പറഞ്ഞു നിൽക്കാം, ഇത് BJPക്ക് ഇപ്പോൾ പറഞ്ഞു നിൽക്കാം. സ്വാഭാവികമായി ചിത്രത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇത് സ്വാഭാവികം ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പല ചിത്രങ്ങളും പുറത്തു വന്നപ്പോൾ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. സ്വാഭാവികം അത്ര പ്രതികരണങ്ങൾ നമ്മൾ BJPയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഇത് BJPയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ABVPയുടെ ഫുൾ ടൈമറായി പാറശാലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള യുവ നേതാവിൻ്റെ ചിത്രം തന്നെയാണ്. അത് BJP കേന്ദ്രങ്ങൾ തന്നെയാണ് നമുക്ക് ചിത്രങ്ങൾ ലഭിച്ചതും. അതുകൊണ്ട് തന്നെ ഇത് BJPക്ക് എങ്ങനെ ഇത് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, BJP ഇത് വിശദീകരിക്കേണ്ടി വരും. ഇത്തരം ആരോപണങ്ങൾ പ്രത്യേകിച്ചും പലയിടങ്ങളിലും BJP പണം ഒഴുക്കിയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാറുള്ളത്, ആളുകളെ സ്വാധീനിക്കാറുള്ളത്. വിമർശനങ്ങൾ CPMും കോൺഗ്രസും ഒക്കെ ഉന്നയിക്കാറുള്ളതാണ്. ഈ പണം ഒഴുക്കിൻ്റെ കാര്യത്തിൽ BJP മാത്രം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. CPM ആകട്ടെ കോൺഗ്രസ് ആകട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള ചിലവഴിക്കാൻ നിർദ്ദേശിക്കുന്ന പണം മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിലും ചിലവഴിക്കുന്നത്. പക്ഷേ അവർക്കൊക്കെ പണം ലഭിക്കാൻ പരിമിതിയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ അവർ തന്നെ പങ്കുവയ്ക്കാറുണ്ട്. പക്ഷേ BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് ഏറ്റവും
പ്രസ്റ്റീജിയസ് ആയ തെരഞ്ഞെടുപ്പാണ് അവർ കേരളത്തിൽ നേരിട്ടത്. വലിയ വിജയം അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പണമൊഴുക്കി തന്നെ പലതും ജയിച്ചു എന്ന വിമർശനം, അത് നേമത്താകട്ടെ കഴക്കൂട്ടത്താകട്ടെ ഇത്തരം വിമർശനങ്ങൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്ത് ഉയർന്നു വന്നതുമാണ്. ആ ആരോപണങ്ങൾക്ക് ബലം നൽകുന്ന ഒരു തെളിവായി കൂടി ഈ BJP-യുടെ യുവ നേതാവിൻ്റെ ഈ ഒരു ബാഗ് നിറയെ 500-ന്റെ നോട്ടുകെട്ടുമായുള്ള ഈ സെൽഫിയെ കാണേണ്ടി വരും. അല്ലെങ്കിൽ അത്തരം ആരോപണം BJP നേരിടേണ്ടി വരും. യെസ്, തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെയായി ബന്ധപ്പെട്ട് ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട്. പക്ഷേ ഇത് ഒരു യുവ നേതാവ് അദ്ദേഹം തന്നെ ഒരു സെൽഫി എടുക്കുന്നു, അതും നോട്ടുകെട്ടുകളുമായി ബാഗ് നിറയെ 500-ന്റെ നോട്ടുകളുള്ള സെൽഫി എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞ് അത് നീക്കം ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ വിമർശനങ്ങൾ ഉയരുക രാഷ്ട്രീയ എതിരാളികളിൽ നിന്നാണ് എങ്കിൽ ഇത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുന്നത്. അതുമാത്രവുമല്ല, പാർട്ടിയുടെ ഫണ്ട് വലിയ തോതിൽ നേതാക്കൾ തട്ടിയെടുത്തതായുള്ള കണ്ടെത്തലുകൾ, ഏതാണ്ട് 12 കോടിയോളം രൂപയുടെ തിരിമറികൾ, പ്രത്യേകിച്ച് പാർട്ടി തന്നെ, അതായത് BJP-യുടെ നേതൃത്വം തന്നെ സൗജന്യമായി നൽകിയ കൊടികൾക്ക് പോലും 1.5 കോടി രൂപയുടെ കണക്ക് കാണിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സെൽഫി കൂടി പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട വിവാദം തീർച്ചയായും BJP-ക്കകത്തും ശക്തമാകുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് VV അരുൺ നൽകിയത്.